ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടി അറിയിക്കുക. ഫസ്റ്റ് തന്നെ മേഘയ്ക്ക് ഒരു കോൾ വരികയാണ്. മേഘയ്ക്ക് കോൾ വന്നപ്പോൾ തന്നെ മേഘ പറയുന്നത് ആരാ ഇത്, അൺനോൺ നമ്പർ ആണല്ലോ എന്ന് പറഞ്ഞ് സംശയത്തോടെ ആ ഫോൺ എടുക്കുകയാണ്. മറുതലയ്ക്കിൽ നിന്നും മഹേഷാണ് വിളിക്കുന്നത്. മേഘ പിന്നെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. മേഘ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ മഹേഷ് മറുതലയ്ക്ക് നിന്നും പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയാണ് കളിയാക്കിയിട്ട്. ഹാ, എന്താ മേഡം, എൻ്റെ നമ്പർ മാത്രം എടുക്കില്ല അല്ലേ? ഇത് വേറൊരു നമ്പർ ആയപ്പോൾ എടുത്തു അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ നമ്പർ വെച്ച് വിളിച്ചത്. മേഘ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറയാണ്, ദേ നോക്ക്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എന്തിനാണ് നീ ഇപ്പം എന്നെ വിളിച്ചത്? ആ, നിങ്ങൾ എനിക്ക് തരാനുള്ള ക്യാഷ് തന്നിരുന്നെങ്കിൽ ഞാൻ പിന്നെ നിങ്ങളെ വിളിക്കില്ലായിരുന്നല്ലോ. മഹേഷ് പറയാണ്, എൻ്റെ പണം എപ്പോൾ തരുമെന്ന് പറ. ദേ നോക്ക് മഹേഷ്, നീ ചോദിച്ച ക്യാഷൊന്നും എനിക്ക് തരാൻ പറ്റില്ല. നിന്നെ കൊണ്ട് പറ്റുന്നത് നീ ചെയ്തു. ഓ, അങ്ങനെയാ അല്ലേ? ഓ ശരി, നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഒരു 1/2 മണിക്കൂറിനകം ഞാൻ അവിടെ എത്തും. നിങ്ങൾ എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ ചന്ദ്രികയോട് മോശമായിട്ട് പെരുമാറിയത് പോലും. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ അവളെയും മലരിനെയും തട്ടിക്കൊണ്ടുപോയതും. ഇതിനെല്ലാത്തിനും എൻ്റെ കയ്യിൽ ശക്തമായ തെളിവുണ്ട് മേഡം. നിങ്ങൾ നല്ലവരാണെന്ന് കുറച്ചു പേരെങ്കിലും കുടുംബത്തിൽ നിന്നും വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി അല്പസമയത്തിനുള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും അറിയാൻ വേണ്ടി പോവുകയാണ്. അത് കേട്ട് മേഘ അപ്സെറ്റ് ആവുകയാണ്. അപ്പോൾ മഹേഷ് ചിരിച്ചുകൊണ്ട് പറയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി പോലും നിങ്ങളെ വിശ്വസിക്കില്ല. മേഡം, അത് കഴിഞ്ഞ് ഞാൻ ഒന്നും അവസാനിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും നിങ്ങൾ കൂടി പങ്കാളിയാണെന്ന് കൂടി പറയും. നിങ്ങൾക്കുള്ള എല്ലാ പണിയും ഞാൻ വാങ്ങിച്ചു തരാം. മേഡം, പിന്നെ നിങ്ങളും എന്നെപ്പോലെ ജയിലിൽ നിന്നും അഴിയണം. ഈ 1/2 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കും. അതും പറഞ്ഞ് മഹേഷ് ഫോൺ കട്ട് ചെയ്തു. മഹേഷ് ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി ഇവളെ വെറുതെ വിടാൻ പാടില്ല. മഹേഷ് അപ്പം തന്നെ വണ്ടിയുമായിട്ട് വരികയാണ്. അതേസമയം മേഘ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്ത രീതിയിൽ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യയ്യോ, മഹേഷ് ഇനിയിടെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല. മേഘയെ വിശ്വസിക്കുന്ന ജാനകി അമ്മായി ഇനി എന്നെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുമല്ലോ. അവൻ ഈ വീട്ടിൽ വരാൻ പാടില്ല. എങ്ങനെയും അവൻ വരുന്നത് തടയണം. എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് മേഘ വല്ലാതെ വിഷമത്തിൽ നിൽക്കുകയാണ്. അതേസമയം മേഘ ചിന്തിക്കുകയാണ്, അച്ഛനെ വിളിക്കാം. മേഘ വിളിച്ചപ്പോൾ അച്ഛൻ ഫോൺ നോക്കിയിട്ട് പറയാണ്, അയ്യോ, ഇതെന്താ മേഘയാണല്ലോ വിളിക്കുന്നത്. പറ മോളെ. മേഘ അപ്പം തന്നെ മഹേഷിൻ്റെ കാര്യങ്ങളൊക്കെ സൈലൻ്റായി സംസാരിക്കുകയാണ്. വേഗം ആവട്ടെ അച്ഛാ, വേഗം തന്നെ എന്തെങ്കിലും ചെയ്യണം. നീ വിഷമിക്കണ്ട മോളെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി അച്ഛാ. പിന്നെ മഹേഷ് പോവാണ്. അതേപോലെ തന്നെ ചന്ദ്രനച്ഛനും പോവാണ്. ചന്ദ്രനച്ഛൻ നേരെ പോയത് കൊട്ടേഷൻ ടീമാരുടെ അടുത്താണ്. എന്നിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, എടാ റെഡിയായി നിന്നോ, ഇപ്പം വരും അവൻ. എടാ ദേ നോക്ക്, അങ്ങോട്ട് നോക്ക്, അതാ ആ വരുന്നവനാണ്. ശരി ഏട്ടാ, ഞങ്ങളേറ്റു. പിന്നെ ചന്ദ്രനച്ഛനും പറയാണ്, അവൻ തന്നെയാ, ഇടിച്ച് തെറിപ്പിക്കടാ. അപ്പം തന്നെ അവർ സ്പീഡടിച്ച് വണ്ടിയുമായി വന്ന് മഹേഷിൻ്റെ സ്കൂട്ടർ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. മഹേഷ് അപ്പം തന്നെ വീണെടുത്തെന്ന് പറയാണ്, എടാ എന്താടാ ഇത്? അപ്പോഴേക്കും അവരെല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു. പിന്നെ മഹേഷിനെ അവരെല്ലാവരും ചേർന്ന് അടിച്ച് ചമ്മന്തിയാക്കുകയാണ്. എടാ കൊല്ലടാ അവനെ എന്ന് ഓരോരുത്തർ പറയാണ്. അടിക്കടാ അവനെ, എല്ലാവരും അടിച്ച് കൊല്ലടാ അവനെ. അവൻ അവിടെ നിന്ന് എണീറ്റ് നടക്കരുത്, അടിക്കവനെ എന്ന് പറഞ്ഞ് ഓരോരുത്തരും അടിക്കുകയാണ്. മഹേഷിനെ കൊണ്ട് കഴിയുന്നത് പോലെ മഹേഷ് ശ്രമിച്ചു നോക്കി, പക്ഷേ ആവുന്നില്ല. അവർ കുറേ പേരുണ്ടായിരുന്നു. അവരെല്ലാവരും നല്ല മുട്ടൻ വടിയുമായിട്ടാണ് മഹേഷിനെ അടിക്കുന്നത്. അതിലൊരുത്തൻ്റെ അടി തലയ്ക്കാണ് വീണത്. ചന്ദ്രനച്ഛൻ ദൂരെ നിന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്, അടിക്കടാ അവനെ, അടിച്ച് കൊല്ലടാ അവനെ. എഴുന്നേൽക്കടാ, എഴുന്നേറ്റ് നിന്ന് കുത്ത് എന്നൊക്കെ പറയാണ് ചന്ദ്രനച്ഛൻ. അപ്പോഴേക്കും ഒരു വിധത്തിൽ മഹേഷ് അവരിൽ നിന്നും രക്ഷപ്പെട്ട് അവരെ തന്നെ തിരിച്ചു തല്ലാൻ തുടങ്ങി. അപ്പോഴാണ് താഴെ വീണ് കിടക്കുന്ന ഒരുത്തൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും കത്തിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്രൻ പറയാണ്, ചെല്ലടാ, ചെന്ന് കുത്തിക്കൊല്ലവനെ. എല്ലാവരും ചേർന്ന് മഹേഷിനെ അടിച്ച് ഒരു പരുവത്തിലാക്കാണ്. അപ്പോഴാണ് അതുവഴി ഒരു കാറ് വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, സിദ്ധു ആയിരുന്നു. സിദ്ധു അപ്പം തന്നെ വിളിക്കുകയാണ്, ഏയ് എന്തിനാണ് അടിക്കുന്നേ, നിർത്ത്. അപ്പോൾ ചന്ദ്രൻ വണ്ടിയിൽ നിന്നും അയ്യോ ഇവനോ എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. ഞാനാണ് ആളുകളെ കൊണ്ട് ഇവനെ അടുപ്പിക്കുന്നത് എന്നറിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ, പെട്ടെന്ന് രക്ഷപ്പെട്ടേക്കാം.
ആ അടിച്ചത് മതി, വാടാ, വരുന്നുണ്ടേ വാ എന്ന് പറയാണ് ചന്ദ്രൻ വണ്ടിയിൽ നിന്നും. നിക്കവിടെ നിക്കവിടെ എന്ന് പറഞ്ഞ് സിദ്ധു ഓടുകയാണ്. അപ്പോൾ അവരൊക്കെ പറയാണ്, വാടാ പെട്ടെന്ന് വാടാ. പോകല്ല പോകല്ല, നിൽക്കാനാ പറഞ്ഞേ എന്ന് പറഞ്ഞ് സിദ്ധു അവരുടെ പിറകെ ഓടുകയായിരുന്നു. പക്ഷേ സിദ്ധു എത്തുമ്പോഴേക്കും അവർ സ്ഥലം വിട്ടു കഴിഞ്ഞു. സിദ്ധു അവൻ ആരാണെന്നറിയാതെ മുഖം കാണുന്നില്ല. അതുകൊണ്ട് ആരാണെന്നറിയാതെ സിദ്ധു വിളിക്കുകയാണ്, ഏയ് എണീക്ക്, ഹലോ ഹലോ എന്ന് വിളിക്കുകയാണ് അവനെ. സിദ്ധു അവനെ തിരിച്ച് കിടത്തിയപ്പോഴാണ് കാണുന്നത് മഹേഷാണെന്ന്. സിദ്ധു എണീപ്പിക്കുകയാണ്, എണീക്ക് മഹേഷ്. എടാ മഹേഷേ, അവരെല്ലാവരും കൂടി എന്തിനാ നിന്നെ അടിച്ചേ? ഞാനെല്ലാം നിർത്തിപ്പോയതാ സാർ, അതുകൊണ്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ റോട്ടിലിട്ട് അടിക്കുന്നത്. മഹേഷ് വിഷമത്തോടെ പറയാണ്, ഞാനെല്ലാം കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണമല്ലോ. അപ്പോൾ സിദ്ധു, മഹേഷ് ആദ്യം നീ എഴുന്നേൽക്ക്, ഹോസ്പിറ്റലിലേക്ക് പോകാം വാ. മഹേഷ് നോക്കി പതുക്കെ, അയ്യോ സാറേ, എന്നെ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല സാറേ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി ആക്കിയാൽ മതി. ആ ശരി നീ വാ. മഹേഷ് വാ, ശ്രദ്ധിച്ച്. സാർ എനിക്ക് വേദനിക്കുന്നു മഹേഷേ, കുറച്ചൊന്ന് സമാധാനിക്ക്, ഹോസ്പിറ്റൽ അടുത്ത് തന്നെ, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്താം. സാർ എന്നോട് ക്ഷമിക്കണം സാർ, ചിലരുടെയൊക്കെ വാക്കുകൾ കേട്ട് സാറിനും സാറിൻ്റെ കുടുംബത്തിനും ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അത് കേട്ട് സിദ്ധു തിരിഞ്ഞു നോക്കുകയാണ് മഹേഷിനെ. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മഹേഷേ അതൊക്കെ പോട്ടെ, നീയും അവരും തമ്മിൽ എന്താ ബന്ധം? ഇല്ല, എന്താ പ്രശ്നം? എന്നെ അടിച്ചവരൊക്കെ മേഘ മേഡത്തിൻ്റെ ആളുകളാണ് സാർ. എന്താ മഹേഷേ, മേഘ നിന്നെ ആളെ വെച്ച് അടിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി കൂട്ടുകാരായിരുന്നില്ലേ? അതൊക്കെ അപ്പോഴല്ലേ സാർ, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. മഹേഷേ നീ എന്താ പറയുന്നേ? മനസ്സിലാവുന്ന വിധത്തിൽ പറയും. മഹേഷ് ചരിഞ്ഞ് വല്ലാതായി, ശ്വാസം പോലും പോയ വിധത്തിലായി. അപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, മഹേഷ് എന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ കളിക്കുന്നത്? നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താം. അപ്പോൾ എന്താ പ്രശ്നം, നീ പറയേ. മഹേഷ് പറയാണ്, ഞാൻ പറയാം സാർ, ഞാൻ എല്ലാം പറയാം. സാറിനോട് പറയാതെ എന്താ പിന്നെ പറയുക, ആരോടാ പറയാ? എന്നെ അവിടെ ജോലിക്ക് ചേർത്തത് മേഘ മേഡാ. ചന്ദ്രികയെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടിയായിരുന്നു അത്. പിന്നെ മേഘ മഹേഷിനെ ഫോൺ ചെയ്തതും വിളിച്ചതും സംസാരിച്ചതും ഒക്കെ മഹേഷ് പറയാണ്. ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു സാർ. മേഘ എൻ്റെ അടുത്ത് വന്ന് നീ ചന്ദ്രികയ്ക്കൊപ്പം ജീവിക്കണമെന്നും അങ്ങനെ നീ പരിപാടി അവതരിപ്പിച്ചാൽ നിനക്ക് നിൻ്റെ ലൈഫ് സെറ്റിലാക്കി തരാം എന്നൊക്കെ പറഞ്ഞു സാർ. ചന്ദ്രിക എൻ്റെ സഹോദരിയെ പോലെയാണ്, അവളുടെ ജീവിതം നന്നാവാൻ വേണ്ടിയാണ് നീ വിവാഹം കഴിക്കണം എന്ന് ഞാൻ പറയുന്നതെന്നും എന്നോടവൾ പറഞ്ഞു സാർ. അവൾ നല്ലയാളെ പോലെ സംസാരിച്ചപ്പോൾ ഞാനതെല്ലാം വിശ്വസിച്ചു പോയി സാർ. അവൾ പറഞ്ഞത് അനുസരിച്ചാണ് ചന്ദ്രികയെ ഞാൻ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ചന്ദ്രിക എതിർത്താലും അവളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കണം എന്ന് മേഘയാണ് സാർ എന്നോട് പറഞ്ഞത്. ഞാൻ പോലും ചന്ദ്രികയോടും മോളോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് ഞാൻ കരുതിയത് സാർ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, മേഘയ്ക്ക് സാറിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് എന്നെ വെച്ച് ചന്ദ്രികയെയും എന്നെയും കൂടി ഇങ്ങനെ കളിപ്പിച്ചതെന്ന്. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം കാരണം ആ മേഘയാണ് സാർ. ഇത് ഞാൻ ഏത് സ്റ്റേഷനിലും ഏത് കോടതിയിലും വന്ന് പറയാം സാർ. സാർ, ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരുപാട് ജയിലിൽ കിടന്ന് അനുഭവിച്ചു. പക്ഷേ ആ മേഘ ഒരു ശിക്ഷയും അനുഭവിച്ചിട്ടില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കണം സാർ. സിദ്ധുവിന് നല്ല ദേഷ്യം വരികയാണ്. എൻ്റെ ആരോഗ്യം തിരികെ കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ ആ മേഘയ്ക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും സാർ. സിദ്ധു പറയാണ്, മഹേഷേ നീ പറയുന്നതെല്ലാം എനിക്ക് വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്നാലും നീ മാറി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയെങ്കിലും മഹേഷ് നീ മേഘയായിട്ട് ഒരു ബന്ധവും വെക്കരുത്. ശരി മഹേഷേ, ഇപ്പോൾ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ആദ്യം നിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാം. ആദ്യം ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ. ശരി സാർ. നിൻ്റെ ആരോഗ്യം ശരിയായിട്ട് നീ എന്നെ വന്ന് കാണും. ശരി സാർ. സാർ ഒരുപാട് നന്ദി സാർ. സാറിനെ ഇല്ലാതാക്കാൻ പോലും ഞാൻ നോക്കി സാർ. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി സാർ വന്നു. ഈ സഹായം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ മറക്കില്ല സാർ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മഹേന്ദ്ര സാറിനും അതേപോലെ തന്നെ മലറിനൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. കഴിക്കും മലർ, അച്ഛൻ പറയാണ് മുത്തശ്ശൻ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ലക്ഷ്മി, ചന്ദ്രികയെ നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മേ. അതെന്താ മോളെ, നിനക്ക് ഇപ്പോൾ കഴിച്ചാൽ നിനക്ക് ഞങ്ങളുടെ കൂടെ കഴിക്കാമായിരുന്നില്ലേ? എന്നോട് പറയാണ്, കഴിക്കും മോളെ. ശരി മുത്തശ്ശി, നമുക്ക് കഴിച്ചിട്ട് കളിച്ചാലോ മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ് മലർ മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത്. അപ്പോൾ സിദ്ധു അവിടെ വന്നിട്ട്, അങ്കിളേ, സിദ്ധുവോ, വാ മോനെ. എന്താ മോനെ നീ ഇത്ര ലേറ്റായത്? സിദ്ധു മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ വരുന്ന വഴിയിൽ മഹേഷിനെ കുറേ പേർ ചേർന്ന് തല്ലി.
പിന്നെ സിദ്ധു അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ മഹേന്ദ്ര സാറിൻ്റെ അടുത്ത്, ലക്ഷ്മിയുടെ അടുത്തും ചന്ദ്രികയുടെ അടുത്തും മലരും കേട്ട് നിൽക്കുകയാണ്. എന്താ പറയുന്നത് എന്ന് എല്ലാവരുടെ അടുത്തും പറയാണ്. മഹേഷ് പറയാണ്, എല്ലാം ഞാൻ ചെയ്ത തെറ്റാണ് സാർ, അതാണ് ഈ നടുറോട്ടിലിട്ട് എന്നെ പട്ടിയെ പോലെ തല്ലി ചതക്കുന്നത്. ഇങ്ങനെ മഹേഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് പറയാണ് സിദ്ധു. എന്നെ മേഘ ജോലിക്ക് ചേർത്തത് ചന്ദ്രികയെ സാറിൽ നിന്നും പിരിക്കാൻ വേണ്ടിയായിരുന്നു. ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോയി അവളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതും മേഘ മേഡം തന്നെയാണ് സാർ. ഇതൊക്കെ സിദ്ധു പറയുന്നത് കേട്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും ചന്ദ്രികയും ഞെട്ടാണ്. ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും കാരണക്കാരി മേഘയാണ് സാർ. ഇത് ഞാൻ ഏത് സ്റ്റേഷനിലും ഏത് കോടതിയിലും വന്ന് പറയാം സാർ. അങ്കിളെ, മഹേഷ് ഒരുപാട് മാറി. അപ്പോൾ അങ്കിൾ വിളിക്കാണ്, സിദ്ധു അവൻ പറയുന്നത് കേട്ട് നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അവൻ അങ്ങനെ മാറുന്നയാളൊന്നുമല്ല. ചില ജന്മങ്ങളെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല. ഇക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് അവനും മേഘയും ഒന്നു തന്നെയാണ്. അവർ രണ്ടുപേരും മാറിയെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കാനേ പാടില്ല മോനെ. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ ആരെയും ദ്രോഹിക്കാൻ മടിക്കില്ല. ലക്ഷ്മിയും പറയാണ്, അതേ സിദ്ധു, അവനെ വിശ്വസിക്കാതെ. അവൻ നല്ലവനായിട്ട് മാറുന്നതായിട്ട് അഭിനയിക്കുകയാണെന്നാണ് തോന്നുന്നത്. അല്ല ആൻറ്റി, ഒരു മോശപ്പെട്ടവൻ ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെയായിരിക്കും എന്നൊന്നുമില്ലല്ലോ. അവൻ സ്വയം തിരുത്താനും സാധ്യതയുണ്ട്. അങ്ങനെ മഹേഷിനൊരു തോന്നലുണ്ടായി. ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി ഇപ്പം നല്ലവനായി. അങ്ങനെ അവന് മാറിക്കൂടെ അങ്കിൾ? അപ്പോൾ ചന്ദ്രിക പറയാണ്, സിദ്ധു സാർ, സാറിന് മഹേഷിനെക്കുറിച്ച് നന്നായിട്ട് അറിയില്ല. സാറ് വെറുതെ ഇപ്പോൾ അയാളെ വിശ്വസിക്കുന്നത്. ഉറപ്പായും മഹേഷ് ഇതിന് പിന്നിൽ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. എന്തായാലും സാറ് കുറച്ച് സൂക്ഷിക്കണം. ശരി, സാറ് പോയി കൈ കഴുകിയിട്ട് വരൂ. ഭക്ഷണം കഴിക്കാം. ആ വാ മോനെ ഇരിക്കേ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. അച്ഛാ, ആ പ്ലേറ്റിങ് തരൂ. ഇതാ മോളെ. അങ്ങനെ ചന്ദ്രിക സിദ്ധുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. മലർ, കഴിക്കും മോളെ. ഇതാ സിദ്ധു, ഭക്ഷണം കഴിക്കാം. മലർ സിദ്ധുവിനെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, കഴിക്കും മോളെ. അച്ഛനെ രക്ഷിച്ചത് കൊണ്ട് മലറിന് സന്തോഷം തോന്നി സിദ്ധുവിനോട്. സിദ്ധു ആണെങ്കിലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റിൽ കൈകുത്തിയിട്ട് മഹേഷിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും സിദ്ധുവിനെ തന്നെ നോക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് വന്ന്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ഇവിടെയാണോ അങ്കിളെ? ഇവിടെ തന്നെ, വാ പോകാം. എക്സ്ക്യൂസ് മീ. പറയൂ സാർ, അഡ്വക്കേറ്റ് ഗണേശനെ ഒന്ന് കാണണമായിരുന്നു. സോറി സാർ, സാറിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമോ സാർ? ഓക്കെ സാർ. നിങ്ങളുടെ പേരെന്താണ്? മഹീന്ദ്രൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ, ഇരുന്നോളൂ. അദ്ദേഹം ഓരോ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾ നാളെ രാവിലെ കോർട്ടിലേക്ക് വരൂ, നമുക്ക് അപ്പോൾ അവിടെ കാണാം. അങ്ങനെ അയാൾ പോയതിന് ശേഷം അവർ റിസപ്ഷനിസ്റ്റ് വന്നിട്ട് പറയാണ്, സാർ, സാറിനെ കാണാൻ മഹേന്ദ്രൻ എന്ന് പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട്. മഹേന്ദ്രനോ? അവനോട് വരാൻ പറയൂ. ഓക്കെ സാർ. അല്ലേ, ഇരിക്കേ. വേണ്ട മോനെ. അടുത്തിരുന്നയാളോട് അഡ്വക്കേറ്റ് പറയാണ്, എന്നാൽ നിങ്ങൾ പോയിക്കോളൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി സാർ. സാർ, മഹേന്ദ്രൻ സാർ നിങ്ങളോട് സാറ് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. വരൂ 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 മഹേന്ദ്ര, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. സിദ്ധുവും ചന്ദ്രികയും അവിടെ ഇരുന്നില്ല. അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുകയാണ്, മഹേന്ദ്ര, ഇവർ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് എൻ്റെ മകൾ ചന്ദ്രിക, അത് മരുമകൻ സിദ്ധാർത്ഥ്. ഓ, നമസ്കാരം നമസ്കാരം. ഇരിക്കൂ. എന്താ മഹേന്ദ്ര പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ? എന്തെങ്കിലും കാര്യമുണ്ടോ? അതെ, പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഞങ്ങളുടെ വളർത്തുമകൾ മേഘ ലക്ഷ്മിയെ ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഞങ്ങളുടെ സ്വത്തെല്ലാം എഴുതിച്ച് വാങ്ങിച്ചു. ലക്ഷ്മി ഒന്നും അറിയാതെ എല്ലാം എഴുതി കൊടുത്തു. വാട്ട്? കുറച്ചുകൂടി വ്യക്തമായി എന്താ നടന്നത് എന്ന് പറയൂ. മഹേന്ദ്ര സാറ് പറയാണ്, ലക്ഷ്മി നീ തന്നെ പറയ്. ലക്ഷ്മി അന്നുണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി മനസ്സിൽ നിന്നും ഓരോ വാക്കുകളും എടുക്കുകയാണ്, സങ്കടത്തോടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ലക്ഷ്മിയെ തന്നെ നോക്കുകയാണ് സിദ്ധുവും മഹേന്ദ്ര സാറും അതേപോലെ തന്നെ ചന്ദ്രികയും അഡ്വക്കേറ്റും ഒക്കെ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മേഘയും മാലതി മുത്തശ്ശിയും ജാനകിയും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മനോഹരൻ ഓടി വന്നിട്ട് പറയാണ്, മേഘ മേഘ, ഏയ് മേഘ. അപ്പം മുത്തശ്ശി, എടാ നിനക്കെന്ത് പറ്റി? നിക്ക്, എന്തിനാ നീ ഇത്ര വെപ്രാളത്തിൽ വരുന്നത്? ചേച്ചി, പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ എന്നെപ്പോലെ തന്നെ നിങ്ങളും ഞെട്ടും. അത് കേട്ട് മുത്തശ്ശിയും മേഘയും തറപ്പിച്ച് നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.